ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോണത് എസ്പെഷ്യലി തമിഴ്നാട് സൈഡ്, അവിടുത്തെ ഫുഡ്, പിന്നെ ഇന്ന് പോയ യാത്ര ഓൾറെഡി ഞാൻ ഇട്ടതാണ്. പാലസാണ്. പാലസിൻ്റെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയപ്പോഴത്തേനും നമ്മൾ എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെ ചെയ്തു, അപ്പോൾ ആ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നമ്മൾ ഇന്നിടാൻ പോകുന്നത്. നേരെ നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് തമിഴ്നാട്ടിലെ ഇഡ്ഡലി, അതുപോലെ തന്നെ ചട്നി, സാമ്പാർ, അതിൻ്റെ കൂടെ തരുന്ന വട. ഇത് ഇത്രയും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത്. ഞാൻ ഓർഡർ ചെയ്യുന്നത് കണ്ടിട്ട് എൻ്റെ ചേട്ടനും സെയിം സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഇഡ്ഡലി, അതുപോലെ തന്നെ ചട്നി, സാമ്പാർ, വട, ഇതാണ് നമ്മൾ കഴിച്ചത്. കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ദോശ അവരുടെ അടുത്ത് മേക്ക് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദോശയും ചട്നിയുമാണ് അവൾ കഴിച്ചത്. വെള്ള ചമ്മന്തി, നമ്മുടെ നാട്ടിൽ പറഞ്ഞ വെള്ള ചമ്മന്തിക്കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവിടുത്തെ ഫിൽറ്റർ കോഫി, അത് എടുത്ത് തന്നെ പറയണം. ഫിൽറ്റർ കോഫി അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് ഫുഡ് കഴിച്ചത് കേട്ടോ. നേരെ പോയത് പാലസ്. ഞാൻ പറഞ്ഞല്ലോ, പാലസിൽ പോയ ദിവസത്തിൻ്റെ ഫുഡ് എക്സ്പ്ലോർ ചെയ്തതും അതുപോലെ തന്നെ എന്തൊക്കെ ട്രാവൽ ചെയ്തതും എന്ന വീഡിയോ ആണ് ഞാൻ ഇന്നിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ പാലസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. പാലസ് എല്ലാം നമ്മുടെ വിസിറ്റ് ചെയ്തിട്ട് നേരെ നമ്മൾ റിട്ടേൺ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. തമിഴ്നാട് സൈഡിലുള്ള ദം ബിരിയാണി, അതും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ചോദിക്കുക എന്തുകൊണ്ടാണ് ഫേവറേറ്റ് എന്ന്. ഞാൻ ഓൾറെഡി 2 ഇയേഴ്സ് കോയമ്പത്തൂരിലാണ് എൻ്റെ സ്റ്റഡീസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് അവിടുത്തെ ദം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തിട്ടുള്ളൂ. അവിടെ പോയി നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ദമ്മിട്ട ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പം എവിടുത്തെ ബിരിയാണി ഞാൻ ഓൾറെഡി റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേസ്റ്റിയുള്ള ബിരിയാണിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻജോയ് ചെയ്തതിനെ കഴിച്ചിട്ടുള്ളത്. ചേട്ടനും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ഞാനും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ചേട്ടന് വന്നിട്ട് മട്ടൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ എല്ലാം കഴിക്കാത്തതുകൊണ്ട് പുള്ളി അതിൽ നിന്നും കഴിക്കുന്നുണ്ട്. മട്ടൻ ബിരിയാണി ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട്. എൻ്റെ ചിക്കൻ ബിരിയാണിയാണ് ഇപ്പോൾ കഴിക്കുന്നത് കേട്ടോ ഗൈസ്. ഇതും കഴിച്ചിട്ട് നമ്മൾ ഇനിയൊരു സ്ഥലത്ത് കൂടെ ഫുഡ് കഴിക്കാൻ പോകണം ഈവനിങ് ആകുമ്പോൾ. കാരണം ഓൾറെഡി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വരുമെന്ന്. ഓൾറെഡി നമ്മുടെ അവിടെ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരു മീലാണ്. ഫുഡും അതുപോലെ തന്നെ ചോറും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും ആണ് അവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയാണ്. ഇവിടുത്തെ ബിരിയാണി ഞാൻ എടുത്ത് തന്നെ പറയണം, അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ആ സലാഡും അവിടെ ചെറിയൊരു കുറച്ച് കുഴമ്പും കൂടെ തരും. അതും കൂടെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യാറ്റിൻകര പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടാൽ മനസ്സിലാവും. നെയ്യാറ്റിൻകര അവിടെ പോയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നേരെ വൈകിട്ട് ഒരു 4 o'clock ആകുമ്പോൾ അടിപൊളി ഒരു സദ്യ കഴിക്കാൻ പോയി. വിത്ത് പായസത്തോടെ നമ്മൾ സദ്യ കഴിച്ചു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ടായിരുന്നു കേട്ടോ. അതിനോട് കൂടെ ചൂട് ചോറും അതുപോലെ ഫിഷ് ഫ്രൈയും കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് കഴിച്ചു ഗൈസ്. അടിപൊളിയായിരുന്നു, സൂപ്പർ ടേസ്റ്റായിരുന്നു. ഓൾറെഡി ഞാൻ ഇതിൻ്റെ റിവ്യൂ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇത് അടിപൊളിയായിരുന്നു. വിത്ത് പായസത്തോടെയാണ് നമ്മൾ കഴിച്ചത്. ഇത് 4 o'clock കഴിച്ചത്. എന്തുകൊണ്ടെന്ന് മാത്രം കേൾക്കരുത്, ഒരു വൈവാണ്, ചുമ്മാ വെറുതെയാണ് കഴിച്ചത്. 4 o'clock ചായയല്ലേ കുടിക്കുകയുള്ളൂ എന്ന് കേൾക്കണവരടുത്ത് ഞാൻ പറയണം, വെറുതെ ഒരു കഴിക്കാൻ തോന്നി അങ്ങനെ കഴിച്ചെന്നേ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ബിഗാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി വീട്ടിലോട്ടാണ്. കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈവനിങ് നൈറ്റ് എന്ത് കഴിച്ച് ജസ്റ്റ് ഒരു തട്ടുകടയിൽ കയറി നല്ല ദോശ കഴിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതും കഴിച്ചിട്ട് നമ്മൾ ഇന്ന് വീട്ടിലോട്ടാണ്. ഇന്ന് ഫുൾ ടോട്ടലി അടിപൊളിയായിരുന്നു. കുറച്ച് ട്രാവൽ ചെയ്യാൻ പറ്റി, കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇന്നത്തെ ദിവസം നല്ലൊരു അടിപൊളി ഒരു ദിവസമായിരുന്നു. നമുക്ക് അത്യാവശ്യം ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ.